ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോയിൽ തന്നെ എന്താ അപ്പം ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണതെന്ന് കേട്ടോ. അപ്പം ഇത് നമുക്ക് വിൽക്കാനുള്ളതൊന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ടിന്ന് മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടിന്ന് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പം മുന്നേ യൂസ് ചെയ്ത ടിന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഗ്ലാസും അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് വെക്കാനുള്ള പാത്രമൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ടിന്ന് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാട്ടോ. നമ്മൾ ഇതിന് വേണ്ടി മാത്രം മേടിച്ചൊരു പാക്കറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം വേണം, പിന്നെ നമുക്ക് പഞ്ചസാരയും വേണം കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് മൈലാഞ്ചി ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്കൊന്ന് മൈലാഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഗായ്സ്, അപ്പം നമുക്ക് ടിന്ന് മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായല അളന്നിടുകയാണ് കേട്ടോ. അപ്പം ഒരു സ്പൂണ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് അളന്നിടുകയാണ് കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ സ്പൂണിൽ അളന്നെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്ര ചായലയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഒരു 4 സ്പൂണാട്ടോ ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതേ അളവിൽ നമ്മൾ ജീരകവും അതേ അളവിൽ നമ്മൾ പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അതിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം ഇടാം കേട്ടോ. ജീരകം ഒരു 4 സ്പൂൺ അതേ അളവിൽ കേട്ടോ, അളവ് തെറ്റാൻ പാടില്ല. 4 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ജീരകവും. അതേപോലെ നമ്മൾ പഞ്ചസാരയും 4 സ്പൂൺ അതേ അളവിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒക്കെ ഒരേ ലെവലായിരിക്കണം, ഒന്നും കൂടാനും കുറയാനും ഒന്നും പാടില്ല കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഒരു 4 സ്പൂണ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അത് ഒന്ന് ജാറിലൊന്ന് അടിച്ചെടുത്ത് പൊടിയാക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ പൊടിയൊന്നും ആക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗായ്സ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കല്ലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കല്ല് കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ എറിയാനാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, അത് നമുക്ക് ടിന്നിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടിന്നിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ നീരൊക്കെ വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കല്ലിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ് വെക്കേണ്ടത്. അപ്പം കല്ലിൻ്റെ മേലെ നമുക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയും ജീരകവും ചായലൊക്കെ ഒന്ന് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കറക്റ്റ് അളവായിരിക്കും കേട്ടോ, അളവ് തെറ്റാനേ പാടില്ല. അളവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ആക്കട്ടെ ഗായ്സ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഗ്ലാസിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ഈ മിക്സ് ചെയ്തതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഈ മേലെ വെക്കണ പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ഗ്യാസൊക്കെ ഓണാക്കി പിന്നെ അതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ആ കല്ലും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ മേലെ ഒരു ഭാരത്തിന് വേണ്ടിയിട്ട് ഗായ്സ്. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ ഒരു കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കനത്തിന് നമുക്ക് ഒരു കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ കല്ല് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാൻ. നമുക്ക് ഇനി ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ. അപ്പത്തിന് നമുക്ക് ആവിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ മേലെ വെച്ച വെള്ളമൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലത്തെ ചൂടുവെള്ളം കുറച്ചങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഒഴിക്കട്ടെ. അപ്പം നമ്മുടെ അതിൽ ചൂടായ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൂടായ വെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിക്കണം. അപ്പം നമ്മുടെ ടിന്ന് മൈലാഞ്ചിയുടെ ടൈം ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ് ആയി. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ ടിന്ന് മൈലാഞ്ചി ഒക്കെ റെഡി ആയിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നീര് കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കാം കേട്ടോ. ഇന്ന് കണ്ടോ, നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിക്കണം കേട്ടോ. ഗ്ലാസ് പതുക്കെ ഒന്ന് പൊക്കി നോക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും നീര് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഗൈസ് അപ്പം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് കിട്ടിയ നീര് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് പിന്നെ അതിൽ നിന്ന് എടുക്കാം. അപ്പം ഞാനത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത്രയും നീരാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കിട്ടിയ നീര് അതിലേക്ക് ഇട്ടു. എന്നിട്ട് മൈദ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക മൈദയിലേക്ക്. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നും കൂടി കുറച്ചും കൂടി മൈദ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് കിട്ടുക. അപ്പം എന്നിട്ട് നമുക്ക് അത് നമ്മുടെ നെയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂറിൽ നമ്മളത് നെയിലിട്ടിട്ട് ഉണക്കിയിട്ട് നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു വിധം ചോപ്പൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് നന്നായി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടൈംസൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഡാർക്കിൽ കിട്ടും. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നെയിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ നെയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗായ്സ് നമ്മുടെ മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മെല്ലെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അപ്പം നമ്മുടെ മൈലാഞ്ചി ഒരു വട്ടം ഇട്ടപ്പോൾ തന്നെ ഇത് ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.